ഹായ് ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷഹനാസ് സൽമ. കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് 2023 വർഷത്തെ SI മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തുനിന്നുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, അതിന്റെ ആൻസർ പറയുന്നതാണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ പാർട്ട് എന്ന രീതിയിലല്ല 3 ഏരിയാസ് പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറഞ്ഞ പോലെ 2023 വർഷത്തെ SI മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി of India എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. Constituent Assembly was constituted as per the provisions or directions of Dash. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർമ്മിച്ചിരിക്കുന്നത് ഏത് പ്രൊവിഷന്റെ ഏത് ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓഫ് 1946 ഉണ്ട്, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഉണ്ട്. അപ്പൊ ഈ 4 ഓപ്ഷന്റെ അകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 ആണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ നോക്കി പോവാം. ആദ്യത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പൊ ഇന്ത്യക്കകത്ത് ഒരു ഫെഡറൽ ഗവൺമെന്റ് ഒരു ഫെഡറൽ രീതിയിലുള്ള ഗവൺമെന്റുകളൊക്കെ വരാൻ വേണ്ടി കാരണമായിട്ടുള്ള വ്യവസ്ഥ വരാൻ വേണ്ടി ഫെഡറൽ ഗവൺമെന്റ് വ്യവസ്ഥ വരാൻ വേണ്ടിയൊക്കെ കാരണമായിട്ടുള്ള ആക്ട് ആണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മുടെ ഭരണഘടനയിലേക്ക് ഒരുപാട് പ്രൊവിഷൻസ് കടമെടുത്തിട്ടുണ്ട്. ഓഫീസ് ഓഫ് ദി ഗവർണർ, അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. നമ്മൾ ഓരോ പോയിന്റ് ഒരുപാട് പറയുന്നില്ല, ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞു പോവാം. രണ്ടാമതായിട്ട് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് വന്നിരുന്ന ഓപ്ഷൻ ആണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അകത്തുള്ള 3 മിനിസ്റ്റേഴ്സ് അടങ്ങിയിട്ടുണ്ടായിരുന്ന 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലാൻ ആണ്. 1946 മാർച്ച് 23 ഈ മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ ഈ മിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് 3 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 പേരും ബ്രിട്ടീഷ് പാർലമെന്റിലെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ബെറ്റിക് ലോറൻസ് എന്ന് പറയുന്ന ആളായിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ചെയർപേഴ്സൺ. അതിന്റെ മറ്റു 2 മെമ്പേഴ്സ് സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്ന് പറയുന്ന ആളുകളായിരുന്നു. അപ്പം ഈ 3 പേരുടെ പേരുകൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ 1946 മാർച്ച് 23 ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അധികാര കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള പർപ്പസുമായിട്ട് എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ഇന്ത്യയെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു ആക്ച്വലി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് വേവൽ ആയിരുന്നു. അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പല ഭാഗത്തു നിന്നുള്ള. അപ്പം ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പൊ അങ്ങനെ ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അനുസരണമായിട്ട് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നത് 1946 ഡിസംബർ 6 അപ്പം 1946 മാർച്ച് 23 ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഇന്ത്യയിൽ എത്തുകയും അതുപോലെ തന്നെ മെയ് 16 അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതേ വർഷം തന്നെ മെയ് 16 അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അതേ വർഷം ഡിസംബർ 6 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഓർത്തു വെക്കുക. അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓഫ് 1946 ആയിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതിന് ശേഷം 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മുമ്പാകെ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ലക്ഷ്യപ്രമേയത്തിന്റെ അകത്ത് ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം, സ്വതന്ത്രാനന്തരം ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരിക്കണം, ഇന്ത്യയുടെ ഭരണഘടന എന്തിനൊക്കെ ഊന്നൽ കൊടുക്കണം, ഭരണഘടനയുടെ ഫിലോസഫി എന്താണ്, ഭരണഘടനയുടെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, ഈ രാജ്യം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള നെഹ്റു അവതരിപ്പിച്ച റെസൊല്യൂഷൻ ആണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമ്മുടെ പ്രിയാമ്പിളിന്റെ ഒരു ബേസ് ആയി മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രിയാമ്പിളിന്റെ ഒരു പ്രിഡിസസർ ആയിട്ട് മാറിയിട്ടുള്ളത്
എന്നൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 1946 ഡിസംബർ 13. അതിന്റെ തൊട്ടടുത്ത വർഷം ജനുവരി 22-ാം തീയതി 1947 ജനുവരി 22-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ഭരണഘടനയുടെ ഭാഗമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് അത് ഭരണഘടന വരുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് നമ്മുടെ പ്രിയാമ്പിളിന്റെ ബേസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അടുത്തൊരു ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്ന അടുത്തൊരു പോയിന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറാനൊക്കെ കാരണമായിട്ടുള്ള ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയെടുത്തിട്ടുള്ള അവസാനത്തെ നിയമമാണ് ഈ പറയുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ആക്ട് പ്രകാരമൊക്കെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ കൈമാറ്റം നടക്കുന്നതും ഒക്കെ. അപ്പം ഇന്ത്യ ഇൻഡിപെൻഡൻസ് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആക്ച്വലി പാസ്സാക്കുന്നത് 1947 ജൂലൈ 18-ാം തീയതിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് പാസ്സാക്കുന്നത്. നിലവിൽ വന്നത് ഓഗസ്റ്റ് 15-നാണ് 1947. അപ്പൊ അന്നാണ് നമുക്ക് അധികാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയുടെ അധികാരം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയൊക്കെ ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ട്സ് ആയിട്ട് നമ്മൾ നോക്കി പോകുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അതും 2023 SI മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: the writ issued against a public authority or an officer whose non-performance of responsibility causes injury to someone. ഒരു റിട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഓഫീസർ ആയിട്ടുള്ള ആള് അയാളുടെ ഡ്യൂട്ടി, അയാൾ പെർഫോം ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അത് കാരണം അയാളോട് ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അയാളുടെ റെസ്പോൺസിബിലിറ്റിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആ റെസ്പോൺസിബിലിറ്റി അയാൾ ചെയ്യാത്തത് കാരണം മറ്റൊരു വ്യക്തിയുടെ മൗലികാവകാശങ്ങളൊക്കെ കേർട്ടൈൽ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആ പബ്ലിക് ഓഫീസറെ, ആ പബ്ലിക് അതോറിറ്റി, ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അയാളുടെ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് എന്നാണ് ഇവിടെ ചോദ്യം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷോററി എന്നുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. 4 റിട്ടുകളാണ്. നമുക്ക് ആക്ച്വലി 5 റിട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാൻഡമസ് ആണ്. അപ്പൊ മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്, അതിന്റെ മാൻഡമസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് വി കമാൻഡ് എന്നാണ്. അതൊക്കെ എക്സാമിന് ചോദിക്കാം. വി കമാൻഡ് ചെയ്യുന്നു എന്ന് അർത്ഥമാക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻഡമസ് ആണ്. റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഓർഡർ എന്നാണ്. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഒരു ലീഗൽ ഓർഡറിനെയാണ് റിട്ട് എന്ന് പറയാം. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടാവുന്ന സമയത്താണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോഴും അതുപോലെ ലീഗൽ ആയിട്ടുള്ള റൈറ്റുകളുടെ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോൾ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന പബ്ലിക് അതോറിറ്റി ആയിട്ട് ഇരിക്കുന്ന ഒരാള് അയാൾ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ആണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിട്ട് ആണ്. ഒരു വ്യക്തിയെ അൺലോഫുൾ ആയിട്ട് ഡിറ്റൻഷനിൽ വെക്കുന്ന സമയത്ത്, തടങ്കലിൽ വെക്കുന്ന സമയത്ത് ആ വ്യക്തിയെ അവിടുന്ന് വിടുതൽ ചെയ്യണമെന്നും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ടു പ്രൊഡ്യൂസ് ദ ബോഡി ഓർ ടു ഹാവ് ദ ബോഡി, ശരീരം ഹാജരാക്കുക എന്നൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ ഫ്രേസിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അത് നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിട്ട് ആണ്. തേർഡ് കൈൻഡ് ഓഫ് റിട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധനം എന്ന രീതിയിലാണ്. അത് ഇംഗ്ലീഷ് വാക്കാണ്. അതിന്റെ മീനിങ് അങ്ങനെയാണ് വരുന്നത്. ഈ കൈൻഡ് ഓഫ് റിട്ട്, പ്രൊഹിബിഷൻ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് റിട്ട് ഉയർന്ന കോടതികൾ ലോവർ കോർട്ടുകൾക്ക്, താഴെയുള്ള കോടതികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിട്ട് ആണ്. ഒരു താഴെ കിടക്കുന്ന കോടതി ആ കോടതിയുടെ അധികാരം ലംഘിച്ചുകൊണ്ട്, ജൂറിസ്ഡിക്ഷൻ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ കൈൻഡ് ഓഫ് റിട്ട് എന്ന് പറഞ്ഞാൽ സെർഷോററി ആണ്. ആ സെർഷോററി എന്ന് പറയുന്ന ലാറ്റിൻ ഫ്രേസിന്റെ മീനിങ് ടു ബി സർട്ടിഫൈഡ് എന്നാണ്. സാക്ഷ്യപ്പെടുത്തുക എന്നൊക്കെയാണ് ആ ഒരു വേർഡിന്റെ ഫ്രേസിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ദിസ് റിട്ട് ഈസ് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് ലോവർ കോർട്ട്. ഈ റിട്ടും പ്രൊഹിബിഷനെ പോലെ ഉയർന്ന കോടതി താഴ്ന്ന കോടതികൾക്കോ അല്ലെങ്കിൽ അർദ്ധ കോടതി സംവിധാനങ്ങൾക്കോ എതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ്. ഏത് ഘട്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ when a case is pending before them and the higher court is asking the lower court or tribunal to transfer the pending case to them എന്നാ പറയുന്നത്. താഴ്ന്ന കോടതിയിൽ അല്ലെങ്കിൽ ട്രയൽ കോടതികൾക്കകത്ത് ഒരു കേസ് പെൻഡിങ്ങിലാവുന്ന സമയത്ത് ആ പെൻഡിങ്ങിലാവുന്ന കേസിനെ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ പുറപ്പെടുവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റിട്ട്
റിട്ടാണ് സെർഷററി എന്ന് പറയുന്നത്. അപ്പം സെർഷററി പ്രൊഹിബിഷൻ എന്ന് പറയുന്ന 2 റിട്ടുകള് കോടതി സംവിധാനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാൻ അധികാരപ്പെട്ട റിട്ടാണ്. അത് നമ്മുടെ 5ാമത്തെ കൈൻഡ് ഓഫ് റിട്ട് എന്ന് പറഞ്ഞാൽ കോ വാറണ്ടോയാണ്. കോ വാറണ്ടോ എന്ന് പറയുന്ന ലാറ്റിൻ ഫ്രേസിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ബൈ വാട്ട് അതോറിറ്റി എന്നാണ്. എന്ത് അധികാരം കൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് അതോറിറ്റി അധികാരമില്ലാത്ത ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്തോ അധികാരമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തോ എന്ത് അധികാരം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചത്, നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന കൈൻഡ് ഓഫ് റിട്ടാണ് കോ വാറണ്ടോ. മാൻഡമസ് എന്ന് പറയുന്ന റിട്ടും കോ വാറണ്ടോ എന്ന് പറയുന്ന റിട്ടും പബ്ലിക് അതോറിറ്റിക്കെതിരെ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. പ്രൊഹിബിഷനും സെർഷററിയും കോടതി സംവിധാനങ്ങൾക്കോ അർദ്ധ കോടതി സംവിധാനങ്ങൾക്കെതിരെ മാത്രമേ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഏത് സ്വകാര്യ വ്യക്തികൾക്കോ പബ്ലിക് അതോറിറ്റികൾക്കോ എതിരെയൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കുന്ന റിട്ടാണ്. അപ്പൊ ഇതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ്. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും 2023 വർഷത്തെ SI എക്സാമിന്റെ മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് രാജ്യസഭ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ. അപ്പൊ കറക്റ്റ് ഇൻകറക്റ്റ് എന്നത് നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് തരുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ചില ക്വസ്റ്റ്യന്റെ അകത്തൊക്കെ ഇൻകറക്റ്റ് കോമ്പിനേഷനുകളെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളെ കണ്ടുപിടിക്കാനാവുണ്ട്. അവിടെ കറക്റ്റ് കോമ്പിനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്യസഭയെ സംബന്ധിക്കുന്ന 4 പോയിന്റ്സ് 4 സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാജ്യസഭ ഈസ് എ പാർഷ്യൽ elected body. രാജ്യസഭ എന്ന് പറയുന്നത് ഭാഗികമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി ആളുകൾ വരുന്ന ഒരു ബോഡിയാണ്. അതിന്റെ അർത്ഥം എന്താ? ഭാഗികമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുകളും ഉണ്ടാവും എന്നൊരു പറയാത്തൊരു മീനിങ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, പ്രൊവൈഡ് റെപ്രസെന്റേഷൻ ടു ദ സ്റ്റേറ്റ്സ്. രാജ്യസഭ പ്രൊവൈഡ് റെപ്രസെന്റേഷൻ ടു ദ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾക്ക് റെപ്രസെന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമിതിയാണ് രാജ്യസഭ എന്ന് പറഞ്ഞാല്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാജ്യസഭ എൻജോയ്സ് 6 years term. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈസ് പ്രസിഡന്റ് ഈസ് ഇറ്റ്സ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷനിൽ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം കറക്റ്റ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ 1, 3 and 4 കറക്റ്റ് ആണെന്ന് പറയുന്നു. തേർഡ് ഓപ്ഷനിൽ 1, 2 and 3 കറക്റ്റ് ആണെന്ന് പറയുന്നു. ഫോർത്ത് ഓപ്ഷനിൽ എല്ലാം കറക്റ്റ് ആണെന്ന് പറയുന്നു. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നോക്കാവുന്നതാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1, 2 and 4 കറക്റ്റ്. അതായത് 3 എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റാണ് എന്ന രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്കഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് മൂന്നാമത്തത് മാത്രം തെറ്റായി, എന്തുകൊണ്ടാണ് 1ഉം 2ഉം 4ഉം ശരിയായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം നമുക്ക് രാജ്യസഭയെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് രാജ്യസഭ എന്ന് പറയുന്ന ഒരു ബോഡി നമ്മുടെ പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പാർലമെന്റിന് 2 ഹൗസുകൾ ഉണ്ട്, ലോകസഭ, രാജ്യസഭ. പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പാർലമെന്റിന്റെ 2 ഹൗസിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഹൗസ് ആണ് രാജ്യസഭ. 1952 അല്ലെങ്കിൽ 52 മുതലാണ് ഇന്ത്യയിൽ രാജ്യസഭ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടായി വന്നിട്ടുള്ളത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് വിളിക്കുന്ന ബോഡിയാണ് രാജ്യസഭ. രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അപ്പർ ബോഡി, ഉപരിസഭ, സംസ്ഥാനങ്ങളുടെ ഒരു സഭ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൗൺസിലാണ് അല്ലെങ്കിൽ ഒരു ഹൗസ് ആണ്. അപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഓൾറെഡി കറക്റ്റ് ആയി. അവിടെ എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്? രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് റെപ്രസെന്റേഷൻ ടു ദ സ്റ്റേറ്റ്സ്, സ്റ്റേറ്റുകൾക്ക് റെപ്രസെന്റേഷൻ കൊടുക്കുന്ന ഒരു ബോഡിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണ്. കാരണം എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത് തന്നെ. രാജ്യസഭയുടെ കോമ്പോസിഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, രാജ്യസഭയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 80 ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത്. ഇനി രാജ്യസഭ എങ്ങനെയുള്ള ഒരു ബോഡിയാണ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഭരണഘടന പറയുന്നത് രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണ്. നിത്യമായിട്ട് നിലനിൽക്കുന്ന, എന്നും നിലനിൽക്കുന്ന, പിരിച്ചുവിടാൻ പറ്റാത്ത ഒരു പെർമനന്റ് ആയിട്ടുള്ള ഹൗസ് ആണ് രാജ്യസഭ എന്ന് ഭരണഘടന പറയുന്നു. അപ്പൊ രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്വാഭാവികമായിട്ടും തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ തെറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാജ്യസഭ ഒരു പെർമനന്റ് ആയിട്ടുള്ള ബോഡിയാണ്. ഇറ്റ് കനോട്ട് ബി ഡിസോൾവ്. അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പിരിച്ചുവിടാൻ പറ്റില്ല. ആർക്കും അതിനെ ഡിസോൾവ് ചെയ്യാൻ
വേണ്ടി പറ്റില്ല. എന്നാൽ ഒരു രാജ്യസഭ അംഗത്തിന് കാലാവധി ഭരണഘടന പറയുന്നുണ്ട്. രാജ്യസഭയുടെ ഒരു മെമ്പറിന് കാലാവധിയായിട്ട് പറയുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമാണ്. 6 വർഷമാണ് രാജ്യസഭ മെമ്പറുടെ കാലാവധി. ഭരണഘടനയും മറ്റ് ആക്ടുകൾക്കകത്തൊക്കെ അത് പറയുന്നുണ്ട്. പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് എന്നൊക്കെ പറയുന്ന ആക്ടിന്റെ അകത്തൊക്കെ പറയുന്നുണ്ട് 6 വർഷമാണ് ഒരു രാജ്യസഭയുടെ മെമ്പറുടെ കാലാവധി. പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അതൊരു പെർമനന്റ് ബോഡിയാണ്. ഈ 6 വർഷം ഒരു മെമ്പർ ഇരിക്കുന്ന സമയത്ത് ആ മെമ്പർ അവരെങ്ങനെയാണ് 6 വർഷം കഴിയുമ്പോൾ ഈ രാജ്യസഭയ്ക്ക് അകത്തുനിന്ന് പുറത്തു പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ 2 വർഷം കഴിയുമ്പോഴും രാജ്യസഭ അതിന്റെ 1/3 മെമ്പേഴ്സിന്റെ ഒരു കോറത്തിനെ അവരുടെ ടേം പൂർത്തിയാക്കി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അപ്പൊ രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളുടെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു മെമ്പറുടെ കാലാവധി 6 വർഷം. ഈ രാജ്യസഭയുടെ മൊത്തം സ്ട്രെങ്ത് ഭരണഘടന പറയുന്നത് പ്രകാരം രാജ്യസഭയുടെ മൊത്തം സ്ട്രെങ്ത് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 ആണ്. 250 ആണ് രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത്. അതിന്റെ അകത്ത് 238 പേര് elected members from the state and union territory. സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറികൾക്കകത്തുനിന്നും കൂടെ elected ആയിട്ട് വരുന്ന 238 പേരും 12 പേര് രാജ്യസഭയ്ക്കകത്ത് nominated members ആണെന്ന് പറയുന്നു. nominated എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുകൾ. ആരാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതി കായികം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കായികമെന്ന് അങ്ങനെ എടുത്തു പറയുന്നില്ലെങ്കിലും കായിക മേഖലയിൽ നിന്നുള്ള ആളുകൾ നോമിനേറ്റഡ് ആയിട്ട് വരാറുണ്ട്. സാമൂഹ്യ സേവനം ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകൾക്കകത്തു നിന്നുള്ള പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള 12 പേരെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള 12 നോമിനേറ്റഡ് മെമ്പേഴ്സും 238 elected മെമ്പേഴ്സും ആണ്. അങ്ങനെ മൊത്തം മാക്സിമം ആയിട്ട് രാജ്യസഭയുടെ സ്ട്രെങ്ത് 250 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് എന്താണ് രാജ്യസഭ is partly elected എന്നത് ഭാഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സഭയാണ് രാജ്യസഭ. ശരിയാണ്, ഭാഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു, ഭാഗികമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഓപ്ഷനും ശരിയായിരുന്നു. അടുത്തൊരു പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 64 ഉപരാഷ്ട്രപതിയെ കുറിച്ച് യൂണിയൻ എക്സിക്യൂട്ടീവിനെ പറയുന്നതിന്റെ ഭാഗമായിട്ട് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നു. അവിടെ കൃത്യമായിട്ട് ആർട്ടിക്കിൾ 64ന്റെ അകത്ത് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് ദി എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദി രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. അത് രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത്. രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ 3 ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ഭരണഘടനയുടെ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ റിട്ടുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പം മാക്സിമം ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.